തിരുവനന്തപുരം കേരളം ഞെട്ടിയ പാറശാല ഷാരോൺ കൊലക്കേസിൽ പ്രതികളുടെ ശിക്ഷാവിധി അറിയാൻ ഇനി ഒരു ദിവസം കൂടി കാത്തിരിക്കണം. ഇന്ന് കേസിൽ അന്തിമവാദം കേട്ട കോടതിയിൽ പരമാവധി ശിക്ഷയ്ക്കായി പ്രോസിക്യൂഷനും പരമാവധി ഇളവിനായി പ്രതിഭാഗവും വാദിച്ചു. ഷാരോണിനെ കൊലപ്പെടുത്തിയത് ഒരു സ്ത്രീക്ക് സഹിക്കാവുന്നതിലപ്പുറമുള്ള പ്രവൃത്തികൾ ഷാരോണിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതിനാലാണെന്നും പ്രതിഭാഗം കോടതിയിൽ വാദിച്ചു. ഷാരോണുമായുള്ള ബന്ധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഗ്രീഷ്മ പലതവണ ശ്രമിച്ചിരുന്നെന്നും എന്നാൽ ബന്ധം ഉപേക്ഷിക്കാൻ ഷാരോൺ കൂട്ടാക്കിയില്ലെന്ന് പ്രതിഭാഗം കോടതിയെ ചൂണ്ടിക്കാട്ടി. ഗ്രീഷ്മയുടെ സ്വകാര്യ ദൃശ്യങ്ങൾ കാണിച്ച് ഷാരോൺ ഭീഷണിപ്പെടുത്തി. കിടപ്പുമുറിയിലെ ദൃശ്യങ്ങൾ പോലും ഷാരോൺ പകർത്തി. ഒരു സ്ത്രീക്ക് സഹിക്കാവുന്നതിലപ്പുറമുള്ള കാര്യങ്ങളാണ് ഷാരോൺ ചെയ്തതെന്നും പ്രതിഭാഗം വാദിച്ചു. ഗ്രീഷ്മയ്ക്ക് ആത്മഹത്യ ചെയ്യാനുള്ള സാഹചര്യം ഷാരോൺ ഉണ്ടാക്കിയെന്നും പ്രതിഭാഗം അന്തിമവാദത്തിൽ ചൂണ്ടിക്കാട്ടി. ഷാരോണിന് സാമൂഹിക വിരുദ്ധ പശ്ചാത്തലമുണ്ടെന്നും പ്രതിഭാഗം ആരോപിച്ചു. ശിക്ഷയിൽ പരമാവധി ഇളവ് വേണം, പ്രതിയെ മാനസാന്തരപ്പെടുത്തി പുനരധിവാസം ഉറപ്പാക്കാനുള്ള കടമ കൂടി സമൂഹത്തിനുണ്ടെന്ന് പ്രതിഭാഗം കോടതിയിൽ പറഞ്ഞു. ഇരുഭാഗങ്ങളുടെ വാദം കേട്ട ശേഷമാണ് വിധി പറയാനായി തിങ്കളാഴ്ചയിലേക്ക് മാറ്റിയതായി കോടതി വ്യക്തമാക്കിയത്. ശിക്ഷ വിധിക്കും മുമ്പ് ഗ്രീഷ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് കോടതി എന്ന് ചോദിച്ചിരുന്നു. ഇതിന് പിന്നാലെ ഗ്രീഷ്മ കോടതിയിൽ കത്ത് നൽകി. തനിക്ക് 24 വയസ്സ് മാത്രമാണ് പ്രായം. രക്ഷിതാക്കൾക്ക് ഏക മകളാണ്. അതിനാൽ ശിക്ഷയിൽ പരമാവധി ഇളവ് അനുവദിക്കണമെന്ന് ഗ്രീഷ്മ ആവശ്യപ്പെട്ടു. തുടർന്ന് പഠിക്കണമെന്ന് ഗ്രീഷ്മ ആവശ്യപ്പെട്ടിരുന്നു. കത്തിനൊപ്പം ബിരുദ സർട്ടിഫിക്കറ്റുകളും ഗ്രീഷ്മ കോടതി കൈമാറി. ഗ്രീഷ്മയുടെ ഭാഗം കേട്ട ശേഷമാണ് കോടതി പ്രോസിക്യൂഷന്റെ വാദങ്ങൾ കേട്ടത്. ഗ്രീഷ്മയ്ക്ക് ചെകുത്താന്റെ സ്വഭാവമാണെന്നും ഷാരോൺ അനുഭവിച്ച വേദന ഡോക്ടർമാരുടെ മൊഴിയിലുണ്ടെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. അപൂർവങ്ങളിൽ അപൂർവമായ കേസാണിത്. പ്രതിക്ക് പരമാവധി ശിക്ഷ തന്നെ നൽകണം. ഒരു ചെറുപ്പക്കാരന്റെ സ്നേഹത്തെയാണ് ഗ്രീഷ്മ കൊലപ്പെടുത്തിയത്. സ്നേഹം നടിച്ച് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കൊലപാതകം നടത്തുകയായിരുന്നു. ഗ്രീഷ്മയ്ക്ക് ചെകുത്താന്റെ സ്വഭാവമാണ്. ക്രൂരനായ ഒരു കുറ്റവാളിക്ക് മാത്രമാണ് ഇങ്ങനെ ഒരു കൃത്യം ചെയ്യാൻ കഴിയുകയുള്ളൂ. കൃത്യമായ ആസൂത്രണത്തോടെയാണ് കൃത്യം നടപ്പാക്കിയത്. അതിനായി പരിശോധനകൾ നടത്തി മുൻകൂട്ടി നിശ്ചയിച്ച കൊലപാതകമാണിതെന്നും അവിചാരിതമല്ലെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. വിദ്യാസമ്പന്നയായ യുവതി വിവരങ്ങളെ ദുരുപയോഗം ചെയ്യുകയാണ് ചെയ്തത്. ഷാരോണിനും സ്വപ്നങ്ങളുണ്ടായിരുന്നു. കുറെ സ്വപ്നങ്ങളാണ് ഗ്രീഷ്മ തകർത്തത്. പ്രതിക്ക് മനസ്താപം ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ പ്രതി ഒരു ദയം അർഹിക്കുന്നില്ലെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. ഷാരോണിന് സാമൂഹിക വിരുദ്ധ പശ്ചാത്തലമുണ്ടെന്നാണ് പ്രതിഭാഗം കോടതിയിൽ വാദിച്ചത്. ഗ്രീഷ്മയ്ക്ക് പരമാവധി വധശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ വാദം. ഷാരോൺ നിരന്തരം പീഡിപ്പിക്കാറുണ്ടായിരുന്നുവെന്നും ബന്ധത്തിൽ നിന്ന് പലപ്പോഴും ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചെങ്കിലും ഷാരോൺ സമ്മതിച്ചില്ലെന്ന് പ്രതിഭാഗം കോടതി വാദിച്ചു. കാമുകനായ മൂര്യങ്കര JP കൗൺസിൽ JP ഷാരോൺ രാജ് 23 വയസ്സ് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കഷായത്തിൽ കീടനാശിനി കലർത്തി നൽകി കൊലപ്പെടുത്തിയെന്നാണ് കേസ്. 2021 ഒക്ടോബർ മുതലാണ് ഷാരോൺ രാജും ഗ്രീഷ്മയും പ്രണയത്തിലായത്. 2022 മാർച്ച് 4 പട്ടാളത്തിൽ ജോലിയുള്ള ആളുമായി ഗ്രീഷ്മയ്ക്ക് വിവാഹ നിശ്ചയവും നടത്തിയതിനെ തുടർന്ന് ഇരുവരും പിണങ്ങി. 2022 മെയ് മുതൽ ഗ്രീഷ്മ വീണ്ടും ഷാരോണുമായി അടുപ്പത്തിലായി. നവംബറിൽ ഷാരോണിന്റെ വീട്ടിൽ വെച്ച് താലി കെട്ടി. വെട്ടുകാട് പള്ളിയിൽ വെച്ചും താലി കെട്ടി. ഇതിനുശേഷം തൃപ്പരപ്പിലുള്ള ഹോട്ടലിൽ മുറിയെടുത്ത് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു. വിവാഹം അടുത്തു വരുന്നതിനാൽ ഷാരോണിനെ ഒഴിവാക്കാൻ ഗ്രീഷ്മ തീരുമാനിച്ചിരുന്നു. 2022 ഓഗസ്റ്റ് 22 പാരാസെറ്റമോൾ ഗുളികയുടെ അമിത ഉപയോഗത്തെക്കുറിച്ചും അത് ശരീരത്തിലുണ്ടാകുന്ന തകരാറുകളെക്കുറിച്ചും നിരവധി തവണ ഗ്രീഷ്മ ഗൂഗിളിൽ സെർച്ച് ചെയ്തു. പാരാസെറ്റമോൾ ഡോളോ ഗുളികൾ ഗ്രീഷ്മ വീട്ടിൽ വെച്ചു വെള്ളത്തിൽ ലയിപ്പിച്ച് ബാഗിൽ വെച്ചു. തിരുവിതാംകോട് നിന്ന് 2 ജ്യൂസുകൾ വാങ്ങിയ ശേഷം ഷാരോണിന്റെ കോളേജിലെത്തി റിസപ്ഷൻ ഏരിയയിലെ ശുചിമുറിയിൽ വെച്ച് ഗുളികൾ ചേർത്ത ലയനി ജ്യൂസ് കുപ്പിയിൽ നിറച്ചു. ഷാരോണിന് ജ്യൂസ് കൊടുത്തെങ്കിലും കൈപ്പതിനായി കളഞ്ഞു. ഗുളിക കലർത്താത്ത ജ്യൂസ് കുടിച്ച ശേഷം ഇരുവരും മടങ്ങി. നവംബറിലാണ് ഷാരോണിനൊപ്പം ഇറങ്ങിച്ചെല്ലാമെന്ന് ഗ്രീഷ്മ പറഞ്ഞിരുന്നത്. 14-ാം തീയതി വീട്ടിൽ ആരുമില്ലെന്ന് വരണമെന്നും ആവശ്യപ്പെട്ടു. സെക്സ് ചാറ്റ് ചെയ്ത ശേഷം ശാരീരിക ബന്ധം വാഗ്ദാനം ചെയ്തായിരുന്നു ശ്രമം. കഷായം കുടിക്കാമെന്നും മുമ്പ് ചലഞ്ച് ചെയ്തതല്ലേ, ദാ ഇരിക്കുന്നു കുടിക്കുമെന്ന് പറഞ്ഞ് കഷായം കൊടുത്തു. അതിനുശേഷം കയ്പ് മാറാൻ ജ്യൂസ് കൊടുത്തു. കഷായം കുടിച്ച ഷാരോൺ മുറി വെച്ച് ഛർദ്ദിച്ചു. സുഹൃത്തിനൊപ്പം ബൈക്കിൽ മടങ്ങുമ്പോൾ പലതവണ ഛർദ്ദിച്ചു. ഗ്രീഷ്മ കഷായം തന്നെന്നും ചതിച്ചെന്നും സുഹൃത്തിനോട് ഷാരോൺ പറഞ്ഞു. ഷാരോണിന്റെ കിഡ്നി, കരൾ, ശ്വാസകോശം എന്നിവ നശിച്ചു. ചികിത്സയിലിരിക്കെയായിരുന്നു മരണം. കീടനാശിനി ഇരുന്ന കുപ്പിയുടെ ലേബൽ ഇളക്കിയ ശേഷം ഗ്രീഷ്മ വീടിനോട് ചേർന്ന് റബ്ബർ പുരയിടത്ത് വലിച്ചെറിഞ്ഞു.
അമ്മയ്ക്ക് കൊലപാതകത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്നു. അമ്മാവനാണ് തെളിവുകൾ നശിപ്പിക്കാൻ ഗ്രീഷ്മയെ സഹായിച്ചതെന്നും കുറ്റപത്രത്തിലുണ്ട്. ഗ്രീഷ്മയ്ക്കെതിരെ കൊലപാതകം, ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കാൻ തുടങ്ങിയ കുറ്റങ്ങളെല്ലാം തെളിഞ്ഞു. സംശയത്തിന്റെ ആനുകൂല്യത്തിലാണ് അമ്മ സിന്ധുവിനെ വെറുതെ വിട്ടത്. സൈനികനുമായി വീട്ടുകാർ നിശ്ചയിച്ച വിവാഹത്തിന് തടസ്സമാകുമെന്നതിനാൽ ഷാരോണിനെ ഒഴിവാക്കാൻ ഗ്രീഷ്മ കൊലപാതകം ആസൂത്രണം ചെയ്യുകയായിരുന്നുവെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. ഇവർക്ക് വധശിക്ഷ അല്ലെങ്കിൽ ജീവപര്യന്തം, ഇരട്ട ജീവപര്യന്തം കിട്ടണം. കാരണം ആ ചെറുപ്പക്കാരൻ ചെറിയ പ്രായമാണ്, 23 വയസ്സേ ഉള്ളൂ. അവനെ വിളിച്ച് ഇങ്ങനെയുള്ള തന്തയില്ലായ്മ കാണിച്ചത് വളരെ മോശമാണ്. ഈ കല്യാണം കഴിക്കാൻ ഉദ്ദേശമില്ലെങ്കിൽ ഈ കളിക്കും കലാപരിപാടിക്ക് എന്തിനാണ് ഈ പോകുന്നത്? ഇതൊക്കെയല്ലേ ഈ കുഴപ്പമാകുന്നത്. ഈ വീഡിയോ എടുത്ത് കൊടുക്കുക, ഫോട്ടോ എടുക്കുക, അങ്ങനെയുള്ള എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട്. അല്ലെ പിന്നെ ഇതൊക്കെ അവരുടെ സ്വഭാവമൊക്കെ നല്ലപോലെ മനസ്സിലാക്കി, അല്ലെങ്കിൽ അതുവരെയൊക്കെ ഇതൊക്കെ കൺട്രോൾ ചെയ്യണം. അതൊന്നും ചെയ്യാതെ എല്ലാ കുനിഞ്ഞു നിൽപ്പും കഴിഞ്ഞിട്ട് പിന്നെ കൊല്ലുകയല്ല വേണ്ടത്. അപ്പം ടാറ്റ.